എനിക്ക് രായപ്പാറിന്റെ മുഖം കണ്ടിട്ട് പേടി തോന്നുന്നു. കാരണം പുള്ളിക്കാരൻ പേടിച്ചിരിക്കുക ഇങ്ങനെ. സ്തോത്രം. പേടിക്കണ്ട, യേശു നമ്മുടെ കൂടെ ഉണ്ട്. നാം യേശുവിനെ കണ്ടുമുട്ടിയത് ഭയപ്പെടാനല്ല. യേശു പറഞ്ഞു, നീ ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നെ രക്ഷിക്കുന്ന ദൈവമാണ്. നമ്മൾ രക്ഷിക്കാൻ ആ വലിയ തീയിൽ നിന്ന് രക്ഷിച്ചതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എത്ര വലിയ നരകത്തിയിൽ നമ്മെ ദൈവത്തെ രക്ഷിച്ചത്. അന്യ ദൈവങ്ങളെ ആരാധിച്ചും ഈ ലോകത്തിലെ വിഗ്രഹങ്ങളെ സേവിച്ച് നടന്ന എന്നെയും നിങ്ങളെയും വിളിച്ചു വേർതിരിച്ചു. പാപത്തിൽ കിടന്ന്, ചെളിയിൽ കിടന്ന്, ചേറ്റി കിടന്ന് എന്നെ നിങ്ങളെ ദൈവം വിളിച്ച് വേർതിരിച്ച് ദൈവത്തിന്റെ പൈതലാക്കി തീർത്തെങ്കിൽ എത്ര വലിയ സ്നേഹമാണ്. ആ സ്നേഹത്തെ നമ്മൾ ഓർക്കുമ്പോൾ എങ്ങനെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കും? അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ, ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, ദൈവത്തെ സ്തുതിക്കുന്ന ദൈവമക്കളെ നമുക്ക് ഒന്നിച്ചു പറയാം. ഹല്ലേലൂയ, എന്റെ ദൈവം എത്ര വലിയവനാണ്, എത്ര ശക്തനായ ദൈവമാണ്, എത്ര സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ആ നരകത്തിലെ തീയിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുത്ത കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. അകയൽപ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ, അകയൽപ നേരം മാത്രം യേശുവേ നിനക്കു സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം, വേഗം നിന്നെ. ജോലി ചെയ്യുമ്പോൾ പാടണം. ആകെ അല്പനേരം മാത്രമേ ഉള്ളൂ കർത്താവേ, ഞങ്ങൾ നിന്നെ പെട്ടെന്ന് ഞങ്ങൾ ഇതിനെ കാണും. സഹോദരിമാര് ജോലി ചെയ്യുമ്പോൾ പാടണം, സഹോദരിമാര് അടുക്കള ജോലി ചെയ്യുമ്പോൾ പാടണം. ആകെ അല്പനേരം മാത്രമേ ഉള്ളൂ, വേഗം നിന്നെ കാണും കർത്താവ് എന്നുള്ള പ്രത്യാശയും പാടിക്കൊണ്ട് നടക്കണം. സ്തോത്രം. സഹോദരന്മാര് ജോലി ചെയ്യുമ്പോൾ പറയണം, ആകെ ഇനി അല്പനേരം മാത്രമേ ഉള്ളൂ കർത്താവേ, വേഗം ഞങ്ങൾ നിന്നെ കാണുമെന്നുള്ള പ്രത്യാശയെ പാടിക്കൊണ്ട് നടക്കണം. അവിടെ നമുക്ക് വീണ്ടും ചേർന്ന് പാടാം. ആമേൻ. അല്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ നമുക്ക് ഇന്ന് പകൽക്കാലം ഒന്നിച്ച് ചേർന്ന് പാടാം. ആകെ അല്പനേരം മാത്രമേ ഉള്ളൂ ദൈവത്തെ സ്തുതിക്കുവാൻ. കർത്താവിന്റെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുകയാണ്. ഓ, നീ വലിയവനായ സർവശക്തനായ ദൈവമാണ്, നിന്നെ ഞങ്ങൾ സ്തുതിക്കും. ഹല്ലേലൂയ. ഓ, ഇനി അല്പകാലം മാത്രമേ ഉള്ളല്ലോ കർത്താവേ, അങ്ങയുടെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുവാൻ. ഓ, ഇതിന് വരവേഴ്ത്തി വരുന്ന കാലയളവിൽ ആ പ്രത്യാശയെ ജീവിപ്പാൻ ഞങ്ങൾ വിശുദ്ധിയോടെ ജീവിപ്പാൻ ഞങ്ങൾ നീ ഒരുക്കിയാട്ടെ. ഹല്ലേലൂയ. Glory, name of Jesus. അകയൽപ നേരം മാത്രം യേശുവേ നിനക്കു സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ. ചേർന്ന് പാടിയാട്ടെ, എല്ലാവരും ചേർന്ന് പാടിയാട്ടെ. നല്ല പ്രത്യാശാകാരമായത്. നിശ്ചയ രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ള നിശ്ചയ എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ കാളടുപ്പ് ദൈവത്തിന്റെ കൈകളിലുറങ്ങുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിന്റെ കൈകളിലുറങ്ങുന്നു. അപ്പോഴും രഥത്തിന്റെ ചക്രമും പോട്ടോടുന്നു. അപ്പോഴും രഥത്തിന്റെ ചക്രമും പോട്ടോടുന്നു. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. കൺമതിനായി ബന്ധപ്പെട്ടോടിടുന്നു. സ്വദേശം കൺമതിനായി ബന്ധപ്പെട്ടോടിടുന്നു. പ്രത്യാശയുള്ളവൻ പാടുന്ന പാട്ടായി. പ്രത്യാശയുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ചാട്ടെ.
ഭയപ്പെടാതെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രത്യാശയുള്ളവൻ പാടുന്ന പാട്ടാണ്, ജീവിച്ചിരിക്കുമ്പോൾ പാടുന്ന പാട്ടാണ്. എന്റെ സ്വദേശം കാണുവാനായി ഞാൻ ബന്ധപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സമയവും ഓരോ നിമിഷവും എന്റെ ജീവിതത്തിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രത്യാശയോടെ പാടുകയാണ്. എന്റെ പ്രിയരെ കാണുവാൻ, എന്റെ പ്രിയരെ കാണുവാൻ ഓരോ നിമിഷവും എന്റെ ജീവിതത്തിൽ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രിയരോട് ഓരോ നിമിഷവും അടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള പ്രത്യാശയിൽ ദൈവമേ ഉണർന്ന് പ്രവർത്തിച്ചാട്ട്. ഇത് അന്ത്യനാഴികയാവുന്നു, ഇത് അന്ത്യനാഴികയാവുന്നു. ഉണർന്ന് പ്രവർത്തിക്കുക. ഇത് അന്ത്യനാഴികയാണ്, ഉണർന്ന് പ്രവർത്തിക്കേണ്ട കാലമാണ്. സ്തോത്രം. അതുകൊണ്ട് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യനെ നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് മരണം ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം അവന് വിഷമമുള്ള കാര്യമല്ല, സന്തോഷമുള്ള കാര്യമാണ്. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ ജീവിച്ചാലും മരിച്ചാലും അതെനിക്ക് ലാഭമാണ്. ജീവിക്കുന്നെങ്കിൽ ഞാൻ ക്രിസ്തുവിനോട് ലോകത്തിൽ ജീവിക്കും, മരിച്ചാൽ ഞാൻ ക്രിസ്തുവിനോട് ചേർന്ന് ചെന്ന് ചേരും. പെട്ടെന്ന് തന്നെ അവനോടുകൂടെ ഞാൻ ജീവിക്കും. ഇന്ന് മകൾക്കാൽ ആ പ്രത്യാശയുള്ള ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ജീവിച്ചാലും മരിച്ചാലും എനിക്ക് ലാഭമാണ്. ഞാൻ ജീവിക്കുന്നത് ലാഭവും ഞാൻ ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് എനിക്ക് ലാഭവുമാണെന്ന് പറയുവാൻ ദൈവം നിങ്ങളെ ശക്തരാക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. പ്രത്യാശയുള്ളവൻ പറഞ്ഞ വാക്കാ, ഞാൻ ജീവിക്കുന്നത് എനിക്ക് ക്രിസ്തുവാണ്, മരിക്കുന്നത് എനിക്ക് ലാഭമാണ്. സ്തോത്രം. ഇന്ന് മരിച്ചാൽ നാം പർദീസയിൽ ക്രിസ്തുവിൽ മറയപ്പെടുന്നവരാ. പഴയ നിയമ വിശുദ്ധന്മാർ പർദീസയിൽ പോയെങ്കിൽ ഇന്നത്തെ വിശുദ്ധന്മാർ പോകുന്നത് പർദീസയിലോട്ടല്ല, ക്രിസ്തുവിൽ അങ്ങ് മറയുകയാണ്. സ്തോത്രം. ഞാനും നിങ്ങളും മറയുകയാണ്, ക്രിസ്തുവിൽ മറയുകയാണ്. അല്ലാതെ പുറത്തുപോയി അവിടെ ഇവിടെ നടക്കുകയല്ല. ഭൂതമായിട്ട് നടക്കുന്നവരല്ല, പ്രേതമായിട്ട് നടക്കത്തില്ല. അവൻ നമ്മൾ ക്രിസ്തുവിനോട് ചേർന്ന് മറയപ്പെടുന്നവരാണ്. ഇന്ന് മരിച്ചാൽ എവിടെയാ പോകുന്നത്? ക്രിസ്തുവിൽ മറയപ്പെടുന്നു. സ്തോത്രം. എവിടെ? ക്രിസ്തുവിൽ മറയപ്പെടുന്നു. അങ്ങനെ ക്രിസ്തുവിൽ മറയപ്പെടണമെന്നുണ്ടെങ്കിൽ വിശുദ്ധ ജീവിതത്തിലേക്ക് നമ്മൾ അടുത്തു വരണം. വിശുദ്ധിയിലേക്ക് നമ്മെ ദൈവം ഒരുക്കട്ടെ. ഒരിക്കൽ മരണം, പിന്നെ ന്യായവിധി. ദൈവം മനുഷ്യർക്ക് കൽപ്പിച്ചിരിക്കുന്നു. അന്ത്യനാഴികയായിരിക്കാൻ ജീവിതം വളരെ വിശുദ്ധിയോടെ ഈ ദിവസങ്ങളിൽ മുന്നോട്ട് ഓടുവാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ. നമ്മളെല്ലാവരും സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നിന്റെ മക്കളെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. നിന്റെ മക്കളെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കണമേ കർത്താവേ. എന്റെ മക്കൾക്കാലം കേട്ട വചനവും ഞങ്ങളെ തന്നെ താഴ്ത്തുകയാണ്. ഇപ്പോൾ കർത്താവെ മീഡിയയിൽ കൂടെ കേൾക്കുന്ന ഓരോ ഭവനത്തിന്റെ മേലും ദൈവകൃപ വ്യാപരിക്കട്ടെ കർത്താവേ. അവൻ കർത്താവ് എല്ലാവരുടെയും ഭവനത്തിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വെളിപ്പെട്ട് വരട്ടെ കർത്താവേ. എല്ലാ ദുരാത്മാവിന്റെ പോരുകളെയും യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ശാസിച്ച് അകറ്റുകയാണ്. എല്ലാ ഭയത്തിന്റെ പോരാട്ടങ്ങളും യേശു ക്രിസ്തു നാമത്തിൽ അഴിഞ്ഞ് മാറട്ടെ. മരണഭയത്തിന്റെ വിഷമുള്ള അവിടെ പാതാളഭയത്തിന്റെ ജയം ഇവിടെ ആഘോഷിച്ചുകൊണ്ട് മരണത്തെ ചവിട്ടി താഴ്ത്തി എന്റെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം സകലത്തിന്മേലും ജയത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ചതിന് സ്തോത്രം. ഓരോ ഭവനങ്ങൾക്ക് വിടുതൽ കർത്താവ് കൽപ്പിച്ചിരിക്കുക. സ്തോത്രം. രോഗികൾ ഭയത്തിന്റെ ഭീതത്തിൽ കർത്താവ് വിടുവിക്കപ്പെടട്ടെ. മരണത്തിന് നിഴലിൽ കിടക്കുന്ന ജനങ്ങളെ കർത്താവ് വിടുവിച്ചതിന് സ്തോത്രം ചെയ്യുന്നു. അവൻ മരണകരമായ രോഗാവസ്ഥയിൽ കർത്താവ് ജനങ്ങളെ വിടുവിച്ചാട്ടെ. മരണകരമായ പാപത്തിൽ കർത്താവ് വിടുവിച്ചാട്ടെ. എല്ലാവരും ദൈവത്തിന്റെ മക്കളായി വിശുദ്ധ ജീവിതമുള്ളവരായി തീരുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് എല്ലാവരെയും ഏൽപ്പിക്കുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ചിരിക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, പ്രാർത്ഥന കേട്ടനായ സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ പിതാവേ, ആമേൻ. ഒരിക്കൽ മരണവും ദൈവം മനുഷ്യന് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യന് പറഞ്ഞ കാണാതെ പറഞ്ഞേ. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യനുണ്ട് കൊടുത്തിരിക്കുക. അതുകൊണ്ട് നമുക്ക് ആ ന്യായവിധിക്കകത്ത് നമ്മൾ വീഴരുത്. സ്തോത്രം. ആ തീക്കൂടത്തിനകത്ത് നമ്മൾ പോകരുത്. വിശുദ്ധിയിൽ നമ്മൾ ജീവിപ്പാനായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. മരണത്തെ നോക്കിക്കൊണ്ട് നമ്മൾ പറയണം, ഹേ മരണമേ, മരണത്തെയും പാതാളത്തെയും ചവിട്ടിത്താഴ്ത്തി ജയിച്ച കർത്താവ് നമ്മുടെ കർത്താവ്. ഒന്നുകൂടെ കരവത്തെ സ്തുതിച്ചാട്ടെ. ആ ജയിച്ച കർത്താവിനെ നമുക്ക് സ്തുതിച്ചാട്ടെ. മരണത്തെ ഞങ്ങൾക്ക് ഭയമില്ല, മരണത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഭയമില്ല, മരണത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഭയമില്ല. ഞങ്ങൾ ജീവിക്കുന്ന ക്രിസ്തുവിന്റെ മക്കളാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവേ, നിന്റെ മക്കളെ എല്ലാവരും അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. മരണഭയം ഞങ്ങളുടെ എടുത്തു മാറ്റിയ കർത്താവിന് സ്തോത്രം. മരണത്തെ ജയിച്ച കർത്താവിന് സ്തോത്രം. കർത്താവേ, എല്ലാത്തിനായി സകലത്തിനായി സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ പിതാവേ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും